ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ബിജെപി കുളപ്പുള്ളിയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറം ലോകം അറിയണമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ സമഗ്രമായ അന്വേഷണം വേണമെന്ന ബിജെപി സംസ്ഥാന വക്താവ് ശങ്കുട്ടി ദാസ് ആവശ്യപ്പെട്ടു. ബിജെപി ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശങ്കുട്ടി ദാസ്. അത് സ്വർണമേ അല്ല, ചെമ്പാണ്. ആ ചെമ്പ് രണ്ടാമത് സ്വർണം പൊതിയണമെന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് ഒരു ഉത്തരവ് ഇറക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യാജനെ കൊണ്ടുവന്ന് അയാൾ ഈ പറയുന്ന കിലോ കണക്കിന് സ്വർണ്ണ തൂക്കം വരുന്ന ഈ സ്വർണ്ണ പാളികൾ ഏൽപ്പിക്കുകയും ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലും അനുഗമിക്കാതെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു അനുഗമനമില്ലാതെ ഒറ്റയ്ക്ക് ഇയാളെ ഇത് ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കുകയും ഇയാൾ ചെന്നൈയിൽ നിന്ന് ഇയാൾക്ക് വേണ്ടപ്പെട്ട മറ്റ് പലരുടെയും സഹായത്തോടു കൂടി ഈ സ്വർണ്ണപ്പാളികളെ ഉരുക്കിയിട്ട് ഇതിൽ നിന്ന് തങ്കമെല്ലാം വേർതിരിച്ചതിന് ശേഷം ഈ ചെമ്പ് മാത്രമാക്കി മാറ്റിയതിന് ശേഷം അതിൽ വളരെ തുച്ഛമായിട്ടുള്ള, അതായത് ഇവിടെ നിന്ന് കൊണ്ടുപോയത് 42 കിലോ വരുന്ന പാളികളാണെങ്കിൽ അതിൽ ഏതാണ്ട് 2 കിലോ സ്വർണമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ആ 2 കിലോ സ്വർണം അടർത്തിയെടുത്തിട്ട് കേവലം 300 ഗ്രാം മാത്രം സ്വർണം പൊതിഞ്ഞ പുതിയ പാളികൾ തിരിച്ചെത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷന്മാരായ ഇ.പി. നന്ദകുമാർ, വി.ബി. മുരളീധരൻ, ജില്ലാ സെക്രട്ടറിമാരായ കെ. പ്രസാദ്, എൻ. മണികണ്ഠൻ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്, OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുകുട്ടൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി എ. ഗോപകുമാർ, കുളപ്പുള്ളി ഏരിയ അധ്യക്ഷൻ മനോജ് ആറാണി, ജനറൽ സെക്രട്ടറി റിനു റാം, സോഷ്യൽ മീഡിയ ജില്ലാ കൺവീനർ രാജേഷ് വെള്ളോത്ത്, കൗൺസിലർമാരായ നിഷ ശശികുമാർ, അശ്വതി KR, നേതാക്കളായ കുക്കു ചന്ദ്രൻ, സത്യൻ കണയം, ചന്ദ്രൻ കല്ലിപ്പാടം, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു.